ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ ചുരിദാറിൻ്റെ പാർട്ട് 3 നമ്മൾ കഴിഞ്ഞ ദിവസം സീക്വൻസ് നമ്മൾ ആ നെക്ക് പിടിപ്പിച്ചായിരുന്നല്ലോ. ഇനി നമുക്ക് ലൈനിങ് തുണി വെച്ച് നമുക്ക് എന്നോട് ലൈനിങ്ങിന് തുണി വെട്ടുന്നുണ്ടല്ലോ, ആ ലൈനിങ് തുണി വെച്ച് നമുക്ക് കഴുത്തുന്നു അടിച്ചെടുക്കാവേ. നമ്മളതിൻ്റെ കഴുത്ത് അടിക്കുമ്പോഴത്തേനേ നമ്മൾ ആ സീക്വൻസ് കയറ്റി അടിക്കരുത്. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ബാക്ക് പീസിൽ അല്ലെങ്കിൽ അതിൻ്റെ മറുവശത്ത് നമ്മളൊരു മാർക്ക് ചോക്ക് കൊണ്ട് നമ്മൾ ശരിക്കും അടിക്കേണ്ട വശം നമ്മളൊന്ന് മാർക്ക് ചെയ്യണേ. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ലൈനിങ്ങിൻ്റെ തുണി വെച്ച് നമ്മളതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് മറിച്ച് ഇടുക. എന്നിട്ട് നമുക്ക് ഇനി എന്നാ ചെയ്യണം, അതിൻ്റെ പുറത്തുകൂടെ പതിച്ചടിക്കണം. ആ കഴുത്തിലൂടെ നമുക്കൊന്ന് പതിച്ചടിക്കണേ. ഇതിപ്പോൾ ഇന്ന് ഞാൻ അടിച്ചിട്ടില്ല, ഞാനിപ്പോൾ ലൈനിങ് തുണി വെച്ച് നമ്മൾ നെക്കിൻ്റെ കഴുത്ത് ഒന്ന് അടിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാനതൊരു ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത വഴി ഒരേ ലെവലിലായിട്ട് നമ്മൾ നേരെ പിടിച്ച് വേണം, നമ്മൾ വലിക്കരുത്, കഴുത്ത് തയ്ക്കുമ്പം വലിക്കരുത്, ഷേപ്പ് മാറിപ്പോവും. നമ്മൾ കഴുത്ത് വലിക്കാതെ നമ്മുടെ ചോക്കിൻ്റെ മാർക്കിലൂടെ നമ്മളൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഇന്ന് ഞാൻ പതിച്ചടിക്കുന്നില്ല, നാളെ ഞാനത് പതിച്ചടിച്ച് കാണിക്കാവേ. ഞാനത് കുറേശ്ശെ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈസി ആയിട്ടത് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പ് അടുത്ത ദിവസം ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടതിന് ശേഷം ഇത് കാണാവുള്ളേ. പിന്നെ നിങ്ങൾക്ക് ഒരു പേടിയുണ്ട്, ഈ സീക്വൻസ് ഇങ്ങനെ പൊങ്ങി വരുമെന്ന്. ഒരിക്കലും ഇല്ല. നമ്മളത് സൂചി നൂലും കൊണ്ട് നമ്മൾ തയ്ച്ചത് പിടിപ്പിച്ചിരിക്കുക, അതുകൊണ്ടത് ഒരിക്കലും പൊങ്ങിയൊന്നും പോരത്തില്ല. അത് അതിനോട് ചേർന്ന് നെക്കിനോട് ചേർന്ന് പതിഞ്ഞിരുന്നോളും, ഒന്നും പേടിക്കണ്ട. പിന്നെ നമ്മൾ ഡ്രൈ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടാണ് കഴുകുന്നത്, അല്ലാതെ നമ്മൾ മെഷീനകത്തൊന്നും ഇട്ടല്ലല്ലോ കഴുകുന്നത്. നല്ല തുണി ആയതുകൊണ്ട് അതുകൊണ്ട് അതിനൊരു കുഴപ്പവും വരികയില്ല. അത് അതുപോലെ പതിഞ്ഞ് തന്നെ ഇരുന്നോളും. അതിനൊരു ഹോളുണ്ട്, ആ ഹോളിലൂടെ ഞാൻ സൂചിയും നൂലും വെച്ച് അതേ കളറുള്ള നൂലും വെച്ച് ഞാൻ തയ്ച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നാളെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ. നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഞാൻ പറഞ്ഞു തരാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.